നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾക്ക് ശേഷം പ്രിയ സഹോദരങ്ങളൊക്കെ ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ കർത്താവിനെ നല്ല അവസരത്തിന്റെ ഓർമ്മ കൂടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ പാസ്റ്റർ ജോൺ മാത്യു, മറ്റേ ശുശ്രൂഷകൻ, ഇന്ന് ഈ മീറ്റിങ്ങിലൂടെ എന്നെ ശ്രമിക്കുന്ന മറ്റ് എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ സഭാംഗങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മളെയൊക്കെ പരിപാലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് അതിവേഗം പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അകത്ത് പ്രത്യാശയുടെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ഉത്കണ്ഠ ഒന്നില്ല. ഭയമുണ്ടായേക്കാം, എങ്കിലും ഉത്കണ്ഠയില്ല. ഫോബിയ ഉണ്ടാകാറില്ല. കാരണം അവന് ഭയത്തിന്റെ അപ്പുറത്ത് മാനുഷികമാണ് തികച്ചും ഭയം. എന്നാൽ ഉത്കണ്ഠ ഒരു ദൈവവേദലിനെ സംബന്ധിച്ചത് ഉണ്ടാകാറില്ല. കാരണം അതിന്റെ അപ്പുറത്ത് ഒരു നിത്യത അവൻ കാക്ഷിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി എപ്പോഴെങ്കിലും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാം. അതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാകൊണ്ട് അതിനെ ഭയപ്പെടാതെ ദൈവമക്കൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളില് വ്യക്തിപരമായ പ്രാർത്ഥന പല ചർച്ചുകൾ ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാ സഭകളിലും കൃത്യമായ നിലയിൽ ദേവദാസന്മാരുടെ ആ ദൈവം നൽകിയ നിയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിൽ ശക്തമായ നിലയിൽ ദൈവസഭ ദൈവമക്കൾ ഉപവാസമായും പ്രാർത്ഥനയായും ചെയിൻ പ്രയർ ആയിട്ടൊക്കെ വളരെ ശക്തമായ നിലയിലായിരിക്കുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഒന്നിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിക്കാത്തവർ വരെ ഇന്ന് പേടിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം മുമ്പിൽ കാണുകയുണ്ടായി. ദൈവം ഒരു തരത്തിൽ നമ്മളെ ഇങ്ങനെ ഒരുക്കിയതും ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ അഥവാ വ്യക്തിപരമായ ബന്ധത്തിൽ കൂട്ടത്തിൽ പാടുവാനും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ എല്ലാം എളുപ്പമാണ്. എന്നാൽ വ്യക്തിപരമായ ബന്ധത്തിൽ ആരുമില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ദൈവം എന്നെയും നിങ്ങളെയും തൂക്കി നോക്കുന്ന നാളുകളാണ് ഈ ക്വാറന്റൈൻ ടൈം. ഈ ദിവസങ്ങളില് ദൈവം നമ്മളെ ഒന്ന് തൂക്കി നോക്കുമ്പോ നിലവാരം ഞാൻ ഒരിക്കൽ കൂടെ ആ പദത്തിന് അടിവരയിടുകയാണ്. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കർത്താവ് ഭിത്തിയിൽ എഴുതാൻ തുടങ്ങും. വചനം അറിയാവുന്നവർക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവും. ഈ ദിവസങ്ങളില് ആ നിലവാരത്തിൽ കർത്താവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ, കൃപാവരങ്ങൾ അധികം പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അധികം പ്രാർത്ഥിപ്പാൻ അവസരത്തെ ദൈവം നൽകട്ടെ. അധികം മുഖവരകളൊന്നും കൂടാതെ എന്നിൽ വിശുദ്ധമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വൈദ്യനായ ലൂക്കോസ് എഴുതിയിരിക്കുന്ന സുവിശേഷം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. ലൂക്കോസ് 5:13. യേശു കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. വളരെ സുപരിചിതമായ ഭാഗം. നമുക്കെല്ലാം കൃത്യമായി ഇതില് എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെ ഈ വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്നു, എന്താണ് പറയാൻ പോകുന്നത് എന്ന് പോലും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ പരിചിതമായ ഒരു ഭാഗം. എങ്കിൽ തന്നെയും ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ചില ചിന്തകൾ ഒന്ന് ട്രിഗർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ, അവിടുത്തെ കഥാപാത്രങ്ങൾ ഒരു കുഷ്ഠരോഗി, യേശു, ഒരു കൂട്ടം പുരുഷാരം. വിധി പറയപ്പെട്ട മനുഷ്യനാണ്. ആയിരങ്ങളുടെ വിധി, ആയിരങ്ങളുടെ പ്രതിനിധി, 10,000-കണക്കിന് ലക്ഷങ്ങളുടെ പ്രതിനിധിയായ ഒരു പുരോഹിതൻ വിധി പറഞ്ഞ് വിധി എഴുതിയ ഒരു മനുഷ്യൻ. അവന്റെ പേര് വ്യക്തമല്ല, എങ്കിലും അവനെ കുഷ്ഠരോഗി എന്ന വചനം പരിചയപ്പെടുത്തുന്നു. ആയിരങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും വിധി പറഞ്ഞ ഒരു മനുഷ്യൻ. പക്ഷെ എല്ലാവർക്കും അവനെ പരിചിതമല്ലെങ്കിലും പഴയ നിയമ പ്രമാണം വെച്ച് ന്യായപ്രമാണ കാലഘട്ടത്തിൽ
ഒരു കുഷ്ഠരോഗി പുറത്തേക്ക് ഇറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞ് നടുവിൽ നിൽക്കുന്ന ജനം വഴി മാറിക്കൊടുത്ത് അശുദ്ധൻ നടന്നു പോകുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും സമ്പർക്കം കൂടാൻ കഴിയാത്ത വിധം പക്ക ക്വാറന്റൈനിൽ ജീവിക്കേണ്ട ഒരു മനുഷ്യൻ. ഇന്നത്തെ നമ്മുടെ ഏകദേശ സാഹചര്യം പോലെ ഒന്ന് താരതമ്യം ചെയ്യാൻ ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ക ക്വാറന്റൈനിൽ കഴിയേണ്ട ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കുഷ്ഠരോഗം ബാധിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം പുരോഹിതന്റെ അടുക്കൽ ചെല്ലണം. പുരോഹിതൻ അവനെ ഒന്ന് നോക്കണം, ഇത് എന്ത് കുഷ്ഠമാണ്, ചെറിയ വടുവാണോ പരുവാണോ എന്നൊക്കെ കൃത്യമായ ഒരു നിഗമനം നടത്തേണ്ടതിന് അവർ 7 ദിവസം പാളയത്തിന് പുറത്ത് ഒരു ജയില് പോലൊരു സ്ഥലമുണ്ട്, അതിനകത്ത് അടച്ചിടും. പുറത്തുള്ളവരുമായിട്ട് യാതൊരു സമ്പർക്കവുമില്ല. 7 ദിവസത്തിനപ്പുറം പുരോഹിതൻ ചെന്ന് അവനെ കൃത്യമായി നോക്കുമ്പോൾ അവനിൽ ഇതൊന്നും ഇല്ലെന്ന് കണ്ടാൽ അവനെ 7 ദിവസം കൂടെ, ഇല്ലെങ്കിൽ 7 ദിവസം കൂടെ അവനെ നിർത്തും. 7 ദിവസം കൂടെ കഴിയുമ്പോൾ അത് പരന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ശുദ്ധീകരണത്തിനുള്ള ക്രമീകരണത്തിലേക്ക് അവൻ മുമ്പോട്ട് പോകും. എന്നാൽ വീണ്ടും ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ വീണ്ടും അവനെ ഇത് മാറേണ്ടതിന് 7 ദിവസവും അവിടെ അവനെ സൂക്ഷിച്ചു വെക്കും. ഇനി ഇത് മാറിയെന്ന് വെക്കുക, ഇത് മാറിയാൽ കഴിഞ്ഞ് ഈ മനുഷ്യന് വെറുതെ അങ്ങ് കയറി പോകാൻ പറ്റത്തില്ല. അവനെന്ത് ചെയ്യണം? പുരോഹിതന് തന്നെ കാണിച്ചു കൊടുക്കണം. പുരോഹിതൻ അവനെ വിലയിരുത്തും. ഇവന് ഈ പ്രശ്നമില്ലെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അവന് വേണ്ടുന്ന കാര്യാദികൾ ചെയ്യും. അവന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരണത്തിലേക്കുള്ള ശുശ്രൂഷ നടത്തും. ശുശ്രൂഷയുടെ 1ാം ഘട്ടം നടത്തിയതിനു ശേഷം അവനെ എന്ത് ചെയ്യും? ഭവനത്തിലേക്ക് പറഞ്ഞുവിടും. ഭവനത്തിലേക്ക് പറഞ്ഞുവിട്ട അമ്മ ഇനി കയറി താമസിച്ചേക്കാം എന്നല്ല, ഭവനത്തിൽ ചെന്നിട്ട് കൂടാരത്തിന് വെളിയിൽ അവൻ 7 ദിവസം താമസിക്കണം. 7 ദിവസം താമസിച്ചിട്ട് കൂടാരത്തിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ഇനിയും പുരോഹിതൻ പെർമിറ്റ് ചെയ്യണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒട്ടനവധി ഘട്ടങ്ങൾ കടന്നുപോയെങ്കിൽ മാത്രമേ ഒരു അശുദ്ധിയിൽ നിന്ന് വിശുദ്ധീകരണത്തിലേക്ക് അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലേക്ക് പഴയ നിയമപ്രകാരം ഒരു മനുഷ്യന് കടന്നു വരാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഈ മനുഷ്യനെ നോക്കിക്ക്, യേശു കർത്താവ് പുരുഷാരത്തിന്റെ നടുവിലൂടെ നടന്നു പോകുമ്പോൾ ഈ മനുഷ്യൻ യേശു ഉണ്ട് എന്നുള്ള ശ്രുതി നിമിത്തം യേശുവിനെ കണ്ടു എന്ന 3 സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യേശുവിനെ കണ്ടിട്ട് ഈ മനുഷ്യൻ, മത്തായി സുവിശേഷം പറയുന്നു നമസ്കരിച്ചു എന്ന്, മർക്കോസിൽ സുവിശേഷം പറയുന്നു അവനെ കണ്ടപ്പോൾ വണങ്ങി എന്ന് കാണുന്നു. എന്നാൽ വൈദ്യനായ ലൂക്കോസ് വളരെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നു അവൻ കവണ്ട് വീണെന്ന്. ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രത്തോളം ഹൈജീൻ ആയിരിക്കാമോ അത്രത്തോളം അവന്റെ ലൈഫ് ഇന്നത്തെ കൂട്ട് ഒരു സാഹചര്യമല്ല. ഇന്റർലോക്കോ ടാറോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഒരു തരത്തിലുള്ള ഒരു ആരാധന അല്ലെങ്കിൽ ഒരു യാത്രാ ക്രമീകരണം ആയിരുന്നില്ല അന്നുണ്ടായിരുന്നത്. തികച്ചും മണ്ണുകൊണ്ടും ഒരു തരത്തിലും ഒരു മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയും വൃത്തികേടാവാനുള്ള സാധ്യത ഇന്നത്തേക്കാട്ടിൽ കൂടുതൽ അന്നുണ്ടായിരുന്നു. കാരണം പൊടിപടലം കൊണ്ട് നിറഞ്ഞ് കാറ്റുകൾ അടിച്ച് അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് പോകാനുള്ള സാധ്യത. അതുകൊണ്ട് എപ്പോഴും അവർ ശുദ്ധീകരണത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു. ഇവിടെ ഈ മനുഷ്യനെ നോക്കി, ഇവനാ പൊടിയിലേക്ക് വീഴുക. കാരണം എന്താ? ഞാൻ പൊടിയിലേക്ക് വീഴുമ്പോളം കാരണം അവന് ദൈവത്തിൽ നിന്നെങ്കിലും പ്രാപിക്കണം. ഈ ദിവസങ്ങളിൽ എന്നെക്കൽ ദൈവത്തിന്റെ പൈതല്, ഞാനും നിങ്ങളും ഇതുപോലെ പാളയത്തിന് ഇറങ്ങാൻ കഴിയാതെ, പാളയത്തിന് അകത്തേക്ക് കയറാൻ കഴിയാതെ പുറത്താക്കപ്പെട്ട് ക്വാറന്റൈനിൽ കഴിയുന്ന ഒരു കൂട്ടം ജനത്തെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നല്ലോ. ഒന്നിച്ചിരുന്ന് ആരാധിക്കാൻ കഴിയാതെ, കൂട്ട് സഹോദരനെ കാണാതെ, ദൈവദാസനെ കാണാതെ, വല്ലപ്പോഴും ഇങ്ങനൊരു സംവിധാനമുള്ളത് വലിയ കാര്യമാണ്. എങ്കിലും ഒരു തരത്തിൽ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചിരിക്കുന്നവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അവനെ സംബന്ധിച്ചിടത്തോളം തകർന്ന ഹൃദയമുള്ളവനാ. അവൻ ഭയം ഒരുപാടുണ്ട്. ഇതിന്റെ അവസാനം എന്തായിത്തീരും? എനിക്കൊരു പരിഹാരം വന്നില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഇതിന്റെ അപ്പുറത്ത് എന്റെ സുഹൃത്തുക്കളെയോ എന്റെ ബന്ധുക്കളെയോ എന്റെ മക്കളെയോ അപ്പനെ ആരെയും ഒന്നും കാണാൻ കഴിയത്തില്ല, എന്റെ കുടുംബത്തുമായി ഒന്ന് സഹജീവിക്കാൻ കഴിയത്തില്ലല്ലോ എന്ന് പോലുമുള്ള നിരാശയുടെ അടിത്തട്ടിൽ നിന്നാണ് അവൻ ഒരു നിയമലംഘനം അവിടെ നടത്തുന്നത്. ആ നിയമലംഘനം നടത്തി അവൻ ഇറങ്ങുകയാണ്. ഇന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിൽ ഫൈനിന്റെ വലുപ്പം കൂടുതലായതുകൊണ്ടും ഇത്ര സ്ട്രിക്റ്റ് ആയതുകൊണ്ടും ക്വാറന്റൈനിൽ കഴിഞ്ഞ ആരും പുറത്തിറങ്ങാറില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആരും പുറത്തിറങ്ങാറില്ല. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് ഒരു ദിവസം 1000-1500 വാഹനങ്ങൾ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇനിയും പിടിച്ചു വെക്കുന്നില്ല, കാരണം വെക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ഫൈൻ അടിച്ച് വിടുവാണെന്ന് പറയുന്നുണ്ടായി. അപ്പോ എത്രത്തോളം വയലേറ്റ് ചെയ്യാമോ
വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോ ആ സാഹചര്യത്തിൽ ഇത്ര അഡ്വാൻസ്ഡ് ആയ രീതിയിൽ ഈ ലോകം പോകുമ്പോൾ മനുഷ്യർ വയലേറ്റ് ചെയ്യുക. അന്നും വയലേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ. ഇവൻ വന്നത് കൃത്യമായിട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ. ഇവനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവൻ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നടക്കാൻ ഒരു കാരണവശാലും ആ നിയമം അനുവദിക്കപ്പെട്ടവനല്ല. മറ്റുള്ളവരോട് സഹവസിക്കുവാൻ ഒരു വിധത്തിലും നിയമം അനുവാദം കൊടുത്തിട്ടുള്ളവനല്ല. മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിപ്പാൻ അനുവാദമില്ല. മറ്റുള്ളവരുമായുള്ള സംസർഗവും സഹകരണവും നിയമം അനുവദിക്കുന്നില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരുത്തൻ ആ നിയമത്തെ ഖണ്ഡിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ അവനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് അവനെ കല്ലെറിഞ്ഞു കൊല്ലുക, അവനെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയുക. ഒരു അശുദ്ധൻ പ്രമാണം വിട്ട് പുറത്തു വന്നാൽ അവന് തക്കതായ ശിക്ഷ കൊടുത്ത് എന്നേക്കുമായി അശുദ്ധിയിൽ അവനെ ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളൊരു പ്രമാണം നിലനിൽക്കുമ്പോൾ തന്നെ അവൻ സകല ഭയത്തെയും മാറ്റിവെച്ച് വിടുതൽ പകരാൻ ശക്തനായ ഒരു യേശുവിനെ അവൻ മുന്നിൽ കണ്ടിറങ്ങുകയാണ്. ഇന്ന് എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ആയിരിക്കുന്ന ഇടത്ത് ഉത്കണ്ഠയാണോ, ഭയമാണോ, നിരാശയാണോ, പ്രയാസമാണോ? ഇന്ന് സകലത്തെയും മറന്ന് വീട് വിട്ട് പുറത്തിറങ്ങാനല്ല പറയുന്നത്. നിന്നെ പരിമിതപ്പെടുത്തിയിരിക്കുന്ന, നിന്റെ ആത്മിക ജീവിതത്തെ അടച്ചു വെച്ചിരിക്കുന്ന, നിന്റെ പ്രാർത്ഥനയുടെ കഴിഞ്ഞ നാളിൽ ഉണ്ടായിരുന്നതിനെ ഒടിതട്ടി ഈ ദിവസങ്ങളിൽ എടുത്ത് പുറത്തേക്കൊന്ന് ഇറങ്ങാമോ? എന്നിട്ട് കർത്താവിനെ കാണുന്നിടത്ത് വെച്ച്, നിന്റെ മുമ്പിലുണ്ടെന്ന് നീ തിരിച്ചറിയുന്ന ഇടത്ത് വെച്ച് അവന്റെ മുമ്പിൽ ഒന്ന് കവന്ന് വീഴാമോ? അവന്റെ മുമ്പിൽ ഒന്ന് വീഴാമോ? വീഴുന്നവന്റെ പ്രത്യേകത, അവൻ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അവന്റെ ചുറ്റും ആര് ശ്രദ്ധിക്കത്തില്ല. നീ പുരോഹിതനുണ്ടോ, പടയാളിയുണ്ടോ, കാശുള്ളവനുണ്ടോ, ഇല്ലാത്തവനുണ്ടോ, പാസ്റ്ററുണ്ടോ, വിശ്വാസിയുണ്ടോ, അതൊന്നുമല്ല വിഷയം. അവന്റെ വിഷയം അവന്റെ പ്രശ്നമാ. ഈ ദിവസങ്ങൾ എന്നെ കേൾക്കും ദൈവവൈതലേ, നിന്റെ വിഷയം ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ അവനെ കാണുന്നിടത്ത് വെച്ച് സ്ഥലകാല ബോധം വിഷയമല്ല. അതൊന്നും ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും അവന്റെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ ഒരവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യനെ നോക്കിയേ, അവന് പ്രത്യേകിച്ച് സമയമൊന്നും നോക്കിയിട്ടല്ല അവൻ ഇറങ്ങിയത്, കാലം നോക്കിയിട്ടല്ല ഇറങ്ങിയത്, അവൻ യേശുവിനെ നോക്കിയിട്ടാ ഇറങ്ങിയേ. ഞാനും നിങ്ങളും അത് യേശുവിനെ നോക്കിയിട്ടാണ് ഇറങ്ങുന്നേ. എന്റെയും നിങ്ങളുടെയും ജീവിതം ഈ നാളുകൾ വളരെ ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ട വിധത്തിൽ പ്രാർത്ഥിപ്പാൻ കഴിയാതെ, വേണ്ട വിധത്തിൽ ആരാധിപ്പാൻ കഴിയാതെ, ദൈവത്തോട് അടുത്ത് ജീവിപ്പാൻ കഴിയാതെ, ആത്മീയ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് ആഗ്രഹിച്ചത് തന്നെ. ഇയ്യോബിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇയ്യോബിന് ചുറ്റും വേലി കെട്ടി നീ സൂക്ഷിച്ചിരിക്കുക, അവൻ വേണ്ടുന്ന രീതിയിൽ നീ സംരക്ഷണം കൊടുക്കുന്നുകൊണ്ടാ അവൻ നിന്നെ ആരാധിക്കുന്നത്, അവൻ നിന്റെ അടുക്കലേക്ക് വരുന്നത്. എന്നാൽ നീ അവന്റെ ആ സംരക്ഷണം ഒന്ന് പിൻവലിച്ചു നോക്ക്, അവൻ നിന്നെ ആരാധിക്കുമോ എന്നറിയാം. ഇത് തന്നെയാണ് ഇപ്പൊ ഒരു വിധത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവം പരീക്ഷിക്കാൻ ഒരുപക്ഷെ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തായിരിക്കാം. കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രേ ഉള്ളൂ, അവന്റെ സംരക്ഷണത്തെ പിൻവലിച്ചാലും, നിങ്ങൾ അവനെ ആരാധിക്കാൻ വിട്ടില്ലെങ്കിലും, ഇത്ര സജ്ജീകരണങ്ങളോടുകൂടി ആരാധിക്കാൻ സമ്മതിച്ചിട്ടും, എന്നെ കണ്ട ദൈവവൈതൽ, എന്നെ ആരാധിക്കുന്ന ദൈവവൈതൽ, അവൻ ഒറ്റയ്ക്കായാലും, അവൻ ഭവനത്തിലായാലും, വിദൂരതയായാലും, ദേശം മാറിപ്പാർത്താലും അതവന്റെ ചെയ്യത്തില്ല, അവന്റെ പ്രാർത്ഥനയെ അത് ബാധിക്കത്തില്ല. പണ്ട് ഒരിടത്തിരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് 1000 ഇടത്തിരുന്ന് പ്രാർത്ഥിക്കും. പണ്ട് ഒരിടത്ത് തീ കത്തിയെങ്കിൽ ഇന്ന് 1000 ഇടത്ത് തീ കത്തും. എന്നെ കേൾക്കും ദൈവത്തിലെ കർത്താവ് നിന്നെ കുറിച്ച് കാണുന്നതാണ്, നീ ഇരിക്കുന്ന ഇടത്ത് ഒരു തീഗോളമായി നീ മാറട്ടെ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അനേകരിലേക്ക് പകരേണ്ടതിന്, അടുത്ത ഒരു തലമുറയിലേക്ക് പകരപ്പെടേണ്ടതിന് ഈ ക്വാറന്റൈൻ പീരീഡിന് ഒരവസാനമുണ്ട്. ഇതിനൊരു പരിമിതിയുണ്ട്. ഇതിനൊരു അവസാനം കൽപ്പിക്കുമ്പോൾ ഈ പരിമിതപ്പെടുത്തി നിന്നെ വെച്ചതിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തിറക്കുമ്പോൾ ആയിരങ്ങളിലേക്ക് പകരുന്ന ഒരു ദൈവശക്തിയായി നീ മാറട്ടെ. ഇന്ന് ആയിരങ്ങളിലേക്ക് പകരുന്ന ഒരു രോഗം കാരണം നിന്നെ അടച്ചിട്ടെങ്കിൽ നിന്നെ പുറത്തേക്ക് ദൈവം എത്തിക്കുമ്പോൾ ആയിരങ്ങളിലേക്ക് പകരുന്ന ഒരു ദൈവശക്തിയായി പുറത്തു വരട്ടെ. ഈ ദിവസങ്ങളിൽ എന്റെയും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം അത്തരം നിലവാരത്തിലേക്ക് വളർന്നു വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ മനുഷ്യനെ ഒന്ന് നോക്കിക്കേ. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പുറത്തിറങ്ങാൻ പാടില്ല. അവൻ ഇവ പുറത്തിറങ്ങിയിരിക്കുക. അവൻ ഒരു വ്യക്തിയിൽ മാത്രം വിശ്വാസം വെച്ചു. ആരാ വ്യക്തി? അവന്റെ പേര് യേശു എന്നാണ്. ഞാനിത് അങ്ങനെ തന്നെയാ. ഈ യേശുവിൽ വിശ്വാസം മനുഷ്യൻ മുമ്പോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും അവന് പരിസരം വിഷയമല്ലാത്തവനാ. കാരണം ആരും അറിയാതെ വന്ന് യേശുവിനെ സ്പർശിച്ച് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോയവരുണ്ട്, വന്ന് കാര്യം പറഞ്ഞ് വിടുതൽ പ്രാപിച്ചവരുണ്ട്,
ഗോപുരത്തിരുന്ന് വിടുതൽ പ്രാപിച്ചവരുണ്ട്, പല തരത്തിലുള്ളവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ മനുഷ്യന്റെ പ്രത്യേകത, ആരും അവന്റെ വിഷയമല്ല. ആയിരങ്ങൾ ചുറ്റും കൂടി നിന്നാലും 10,000 ചുറ്റും കൂടി നിന്നാലും യേശു എന്നെ തിരിച്ചറിയണമെന്ന്, യേശു എന്നെ ശ്രദ്ധിക്കണമെന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവചനത്തിലെ ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഇടത്ത് ആയിരങ്ങൾ ആരാധിക്കുന്ന നല്ല വിഷയം, 10,000 ആരാധിക്കുന്ന നല്ല വിഷയം, 10,000 ഒത്തുകൂടുന്ന നല്ല വിഷയം. നീ ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിൽ നിന്നെ കാണാനുണ്ടോ? ദൈവം നിന്നെ നോക്കുമ്പോൾ അവിടെ ഉണ്ടോ? നീ കവണ്ണ വീടുന്നത് എന്റെ കർത്താവ് കാണുന്നുണ്ടോ? നീ നമസ്കരിക്കുന്നത് എന്റെ കർത്താവ് നോക്കുമ്പോൾ നിന്നെ കാണാൻ കഴിഞ്ഞാൽ അവൻ നിന്റെ നേർക്ക് കരം നീട്ടും. ഇന്ന് പകരം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്റെ ക്രിസ്ത്യ ജീവിതത്തില്, എന്റെ ആത്മീക ജീവിതത്തിൽ എന്റെ നേരെ യേശു കരം നീട്ടിയാൽ ഇന്ന് എന്റെ വിടുതലിന്റെ ദിവസമാണ്. വിടുതൽ ലഭിക്കുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതിന് മുമ്പുള്ള കാര്യമാണ് നാം ക്രമീകരിക്കേണ്ടത്. വിടുതൽ ഒരു നിമിഷത്തിൽ ലഭിക്കുന്നതാ. എന്നാൽ ഈ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീക ജീവിതത്തിൽ അവൻ നിയമം തെറ്റിച്ച പുറത്തു വന്നതെങ്കിലും അവനൊരു പ്രത്യാശയുണ്ട്. ഞാൻ യേശുവിന്റെ അടുക്കിലേക്കാ ചെല്ലുന്നത്, ഞാൻ യേശുവിന്റെ അടുക്കിലേക്കാ ചെല്ലുന്നത്, ഞാൻ യേശുവിന്റെ അടുക്കിലേക്കാ ചെല്ലുന്നത്. നമ്മളെ നിയമം പരിമിതിപ്പെടുത്തി വെച്ചിരിക്കുന്ന ഇടത്ത് നമ്മളും ഇപ്പോൾ ആ പരിമിതിയെ ബ്രേക്ക് ചെയ്താ യേശുവിന്റെ അടുക്കിൽ എത്തിയിരിക്കുന്നത്. ആ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്താ ഞാനും നിങ്ങളും യേശുവിന്റെ അടുക്കൽ എത്തിയിരിക്കുന്നത്. യേശുവിന്റെ അടുക്കൽ വെറുതെ എത്തണ്ട. നിന്റെ ആവശ്യബോധത്തോടെ നീ എത്ത്, നിന്റെ പ്രാർത്ഥനയോടെ എത്ത്, നിന്റെ ആരാധനയോടെ എത്ത്, നിന്റെ വ്യക്തിപരമായ വിഷയത്തോടെ യേശുവിന്റെ അടുക്കൽ എത്തിയാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, അതിന് വ്യക്തമായ ഒരു മറുപടി തരുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാ. ഇവിടെ ഈ മനുഷ്യനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ ആ വൈദ്യനായ ലൂക്കോസ് കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ കവണ്ണു വീഴുകയാ. അവൻ എന്തിനാ കവണ്ണു വീഴുന്നേ? അവൻ ഇനി നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം ജനം ഒരുപക്ഷെ കൊന്നേക്കാം, ജനം തിരിച്ചറിഞ്ഞാൽ അവനെ നശിപ്പിച്ചേക്കാം, എന്നേക്കുമായി ഇല്ലാതാക്കിയേക്കാം, സമൂഹത്തിന് മുമ്പിൽ ഛേദിക്കപ്പെട്ടേക്കാം. എന്നാൽ എനിക്ക് പ്രാണഭയമില്ല. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്റെ യേശുവിന്റെ അടുക്കൽ കിടന്ന് മരിക്കട്ടെ. ഞാൻ എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ആ ജീവനെയും മടക്കി തരുവാൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിന് കഴിയുമെന്ന് ഉറച്ച വിശ്വാസവും ധൈര്യമുള്ളവന് മാത്രമേ പ്രാണഭയമെന്നിയെ യേശുവിന്റെ അടുക്കൽ വരാൻ കഴിയത്തുള്ളൂ. നിന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഭയപ്പെടുന്ന അന്തരീക്ഷങ്ങൾ മാറിപ്പോകട്ടെ, ഭീരുത്വത്തിന്റെ ഉത്കണ്ഠകൾ മാറിപ്പോകട്ടെ. നീ ആയിരിക്കുന്നിടത്ത് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിന്നെ പരിമിതപ്പെടുത്തുന്നതാണോ? നിനക്കൊന്നും ഒരു സൊല്യൂഷൻ ഇല്ലാത്തതാണോ? ഇന്ന് മുതൽ ദൈവാത്മാവ് പറയുന്നു, നിന്നെ പുതിയതായി പുറത്തു കൊണ്ടുവരുവാൻ, പരിമിതിയെ പൊട്ടിച്ച് ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിന്നെ പുറത്തു എന്റെ കർത്താവ് വിശ്വസ്തനാ. എത്ര പേർക്ക് ഇത് ആത്മാവിൽ കാണാൻ കഴിയും? ആ വ്യക്തി ഞാനാ. ഇനി നമ്മൾ ആ മനുഷ്യന്റെ വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പോകുക. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ആ മനുഷ്യൻ യേശുവിനെ കണ്ട മാത്രയിൽ അവൻ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാം. ഇവന്റെ പ്രശ്നം എന്താ? ഇവന്റെ പ്രശ്നം കുഷ്ഠരോഗമാണ്. ശരിക്കും കുഷ്ഠം ഒരു രോഗമാണ്. ഇവൻ ആവശ്യപ്പെടേണ്ടത് ശരിക്കും എന്താ? ഇവൻ ശരിക്കും ആവശ്യപ്പെടേണ്ടത് രോഗ സൗഖ്യമാണ്. എന്നാൽ ഇവിടെ യേശുവിനെ കണ്ടപ്പോൾ ഇവൻ ആവശ്യപ്പെട്ടത് എന്താ? ഇവൻ ആവശ്യപ്പെട്ടത് ശുദ്ധീകരണമാണ്. മനസ്സിലാവുന്നുണ്ടോ? ശുദ്ധീകരണമാണ്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഇവൻ വചനം അറിയാവുന്നവനാ. വചനം അറിയാത്തവനായിരുന്നു ഈ കർത്താവ് എനിക്ക് സൗഖ്യം വേണമെന്ന് പറഞ്ഞു. എന്നാൽ പ്രമാണം അറിയാവുന്നവനെ അറിയത്തുള്ളൂ. കുഷ്ഠം ബാധിച്ചാൽ സൗഖ്യം എന്നല്ല പ്രമാണം പറയുന്നത്, ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. രോഗസൗഖ്യം ശരിക്കും ശരീരത്തിൽ സംഭവിക്കുമ്പോൾ ശുദ്ധീകരണം അവന്റെ മനസ്സിലും സംഭവിക്കുക. ഈ മനുഷ്യൻ കൃത്യമായി യേശുവിനെ സമീപിച്ചിട്ട് പറയുക, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാം. അപ്പൊ അവൻ ഒരു കാര്യം ഉറപ്പുണ്ട്, നിലവിൽ എന്റെ അവസ്ഥ അശുദ്ധമാ, ഞാൻ അശുദ്ധനാ. എന്റെ ദൈവത്തിന്റെ അടുക്കൽ ഒരുത്തൻ സമീപിച്ചപ്പോൾ അവന്റെ മനോഭാവത്തിന്റെ ചിന്താഗതി എന്താന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവന്റെ രോഗമല്ല അവൻ ഇപ്പൊ പറയുന്നത്, കർത്താവ് ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ്. എന്നെ കേൾക്കും ദൈവഭയത്തിലെ ഞാനും നിങ്ങളും ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവിനോടൊന്ന് സംസാരിക്കുമ്പോൾ വിശുദ്ധിയുടെ, കർത്താവെ ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെയായിരുന്നു, അതൊന്നുമല്ല എന്റെ കർത്താവിന് വിഷയം. ഇന്ന് നിന്റെ നിലവാരം എന്താ? ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നിനക്ക് വേണ്ട വിധത്തിൽ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന്
നിന്റെ ആത്മീയ ജീവിതത്തെ കാർന്നു ചിന്നുന്നതെന്ന് അതും ദൈവദാസൻ പറഞ്ഞതുപോലെ നീ ലോക്ക്ഡൌൺ പീരീഡിൽ നീ എന്താ ചെയ്യുന്നേ? നീ എവിടെയാ സമയം പാഴാക്കുന്നത്? ദൈവം നിന്നെ തൂക്കി നോക്കുകയാ. നിന്നെ തൂക്കി നോക്കുമ്പോൾ കൃത്യമായി നിന്റെ പുറം എവിടാന്ന് മനസ്സിലാക്കി യേശുവിനോട് പറയാൻ തയ്യാറാണോ? ഇവൻ പറഞ്ഞു, എന്റെ രോഗത്തെക്കാൾ എനിക്ക് വിഷയം, രോഗമാണെങ്കിൽ ഞാൻ വൈദ്യനെ സമീപിക്കണം, രോഗമാണെങ്കിൽ ഞാൻ വൈദ്യനെ സമീപിക്കണം, എന്നാൽ പ്രമാണപ്രകാരം ഞാൻ രോഗിയല്ല, ഞാൻ അശുദ്ധനാ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ സമീപിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമല്ലേ, രോഗത്തിനും അശുദ്ധിക്കും എല്ലാത്തിനും ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, എന്റെ യേശു കർത്താവ്. ഞാൻ നിങ്ങളും ആയിരിക്കുന്നിടത്ത് എന്റെ യേശുവിന്റെ അടുക്കൽ പറയാമോ, കർത്താവേ എനിക്ക് ആവശ്യം ശുദ്ധീകരണമാ. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു ആഗ്രഹം തന്നെ ഒരുപക്ഷെ അവൻ ചോദിക്കുന്നത്. ഏത് മനുഷ്യനും ശുദ്ധീകരണം പ്രാപിച്ചവനായി അവന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് അവന്റെ ഇഷ്ടം. അതുകൊണ്ട് അവൻ ദൂരവേ നിന്ന് അടുത്ത് വന്നില്ല, ദൂരവേ നിന്ന് അവനോട് പറയാ, എനിക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്. എന്റെ നിങ്ങളുടെയും പ്രാർത്ഥനയിൽ ഈ ശബ്ദം ഉരുവിടാറുണ്ടോ? എന്റെ നിങ്ങളുടെയും ഉരുവിടാറുണ്ടോ? വിശുദ്ധിയുടെ ഒരു പൂർണ്ണതയിലുള്ള പ്രാർത്ഥനയും വിശുദ്ധിയുടെ നിറവിലുള്ള ആരാധനയും ഈ ദിവസങ്ങളിൽ ആ വാക്കുകളല്ല എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. എവിടെ ശുദ്ധീകരണം വേണമോ, എവിടെ അശുദ്ധിയുണ്ടോ, അത് നീ തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് പകൽ യേശുവിനെ കാണുമ്പോൾ, യേശുവിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ, സഹോദരൻ നിന്റെ അടുക്കൽ നിൽക്കുന്ന യേശുവിനെ നോക്കി, ആ സാന്നിധ്യത്തെ നോക്കി നിനക്ക് പറയാമോ, കർത്താവ് എനിക്ക് ശുദ്ധീകരണം എന്ന ആവശ്യമുണ്ട്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. അകത്ത് ആത്മീക അഭിഷേകം പ്രാപിച്ച ദൈവം എന്നിൽ പറയും, എല്ലാത്തിന്റെയും അവസാനം ഒരു ശുദ്ധീകരണത്തിലൂടെ ദൈവം നിത്യതയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ ഇതാ ദിവസം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നേ. കർത്താവ് ശുദ്ധീകരണം നടത്താതെ എല്ലാവരെയും ഉടലോടങ്ങ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെ സംഭവിക്കുന്ന യേശുവിന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് കൃത്യമായ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് ബോധ്യം പ്രാപിച്ചവൻ അവൻ യേശുവിനോട് പറയാ, എന്റെ രോഗമല്ല എനിക്ക് വിഷയം, എനിക്ക് പ്രമാണപ്രകാരമുള്ള ഒരു ശുദ്ധീകരണം. ചോദിക്കുന്നത് പ്രമാണപ്രകാരമുള്ള ഒരു ശുദ്ധീകരണമാ. ഇന്ന് പകൽ യേശുവിനെ ചലിപ്പിക്കണമെങ്കിൽ പ്രമാണപ്രകാരമുള്ള ചിലത് ചോദിക്കാമോ? പ്രമാണത്തിൽ നിന്നുകൊണ്ട് ചിലത് ചോദിക്കാമോ? കൽപ്പനകളിൽ നിന്നുകൊണ്ട് ചോദിക്കാമോ? അവൻ നിന്റെ അടുക്കിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പോകുക. പൊക്കൊണ്ടിരിക്കുന്ന യേശു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യേശു, അവനെ പിടിച്ചു നിർത്താൻ നിന്റെ നിലവിളിക്ക് കഴിയും. ഏത് നിലവിളിക്ക്? പ്രമാണത്തിൽ നിന്നുകൊണ്ടുള്ള നിലവിളി. ആ പ്രമാണം നിന്നുകൊണ്ടുള്ള നിലവിളിക്കകത്ത് നിൽക്കുന്ന ഭക്തൻ വിളിച്ചു പറയും, യേശു എനിക്ക് വേണ്ടി നിൽക്കും. ഇന്നലെ അവൻ നിന്നത് പ്രമാണത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടാ, ഇന്ന് അവൻ നിന്നുകൊണ്ടിരിക്കുന്നത് പ്രമാണത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടാ, നാളെ അവൻ നിൽക്കാൻ പോകുന്ന പ്രമാണം നോക്കിയിട്ടാ. ഏത് സാഹചര്യത്തിലും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, ഇറങ്ങി വരുന്ന ഏതവസ്ഥയിലും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളെ സേവിക്കുന്നത്. മറിച്ച് ഏതവസ്ഥയിലും വ്യവസ്ഥയോടാണെങ്കിൽ എന്റെ കർത്താവ് ഇറങ്ങി വരും. അതിനധികം സമയം വേണ്ട, അതിനധികം കാലം വേണ്ട. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഭവനങ്ങളിലേക്ക് വ്യവസ്ഥയോടെയാണോ ആയിരിക്കുന്നത്? നിന്റെ പ്രാർത്ഥന വ്യവസ്ഥയോടാണോ? നിന്റെ ആരാധന വ്യവസ്ഥയോടാണോ? നിന്റെ വചനധ്യാനം വ്യവസ്ഥയോടാണോ? നിന്റെ ക്രിസ്ത്യൻ വ്യവസ്ഥയോടെയാണോ? ഇന്ന് മകൾ ദൈവാത്മാ പറയുന്നു, നിന്റെ അടുക്കലേക്ക് അവൻ വരിക. യേശുവിനെ പിടിച്ചു നിർത്താൻ ആ വ്യവസ്ഥകൾക്ക് കഴിയും. കാരണം ഈ വ്യവസ്ഥകളെ നിർമ്മിച്ചവൻ അവിടെ നിൽക്കുന്നത്, പ്രമാണത്തെ കൽപ്പിച്ചാക്കിയവൻ അവിടെ നിൽക്കുന്നത്. അവന്റെ മുമ്പിൽ വ്യവസ്ഥ പറഞ്ഞൊരു കാര്യം പറയാ, കർത്താവെ എനിക്ക് വേണ്ടുന്നത് വ്യവസ്ഥ പ്രകാരം ഒരു ശുദ്ധീകരണമാണ്. ഇന്ന് പകൽ മക്കളെ ഞാനും നിങ്ങളും കർത്താവിനെ കാണുമ്പോൾ ആവശ്യപ്പെടേണ്ടത് വ്യവസ്ഥാതീതമായ ഒരു കേൾവിയാ. കർത്താവെ എനിക്ക് വ്യവസ്ഥപരമായ ഒരു ക്രിസ്ത്യ ജീവിതം വേണം, വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് അങ്ങ് ആരാധിപ്പാൻ കഴിയണം. ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. വീണ്ടും ആ മനുഷ്യനെ നോക്കിക്കേ, അവൻ പറയുന്ന വാക്കുകൾക്കകത്ത് ഒരർത്ഥം കൂടെ കിടപ്പുണ്ട്. അവൻ പറയുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, എന്നെ ചൊടിപ്പിച്ച ഒരു പദമാണ്, എന്നെ ഇളക്കി മറിച്ച ഒരു പദമാണ്. അവൻ പറയുന്നത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അടിവരയിടേണ്ട ഒരു പദമല്ലേ അത്? രോഗം ബാധിച്ച് ലൂക്കോസിന്റെ വൈദ്യനായ ലൂക്കോസ് പറയുന്നത് അവൻ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യനെന്നാ പറഞ്ഞേക്കുന്നത്. ശകലം കുഷ്ഠം വന്നവനല്ല, അല്പം കുഷ്ഠം വന്നവനെന്നല്ല, കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ. കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ. എനിക്കും നിങ്ങൾക്കും പ്രശ്നങ്ങൾ അങ്ങ് വർദ്ധിച്ച് അങ്ങേ അറ്റം ചെല്ലുമ്പോൾ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന നമ്മൾ പറയാറുണ്ട്, ഞങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചെന്ന്. എന്നാൽ ഇവിടെ നിന്ന് നോക്കിക്കേ, നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും, പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. എന്നാൽ ഈ കുഷ്ഠരോഗി ഒന്ന് നോക്കിക്കേ, അവൻ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്ന പദം ഇതാണ്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരർത്ഥമുണ്ട്. നിനക്ക് എന്നെ ഇന്ന് സൗഖ്യമാക്കാൻ മനസ്സില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഈ ലോകത്തോടെ തന്നെ നിലനിൽക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്റെ വിഷയം
നിന്റെ ഹിതമാ. ദൈവമേ, നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ ഹിതമില്ലെങ്കിൽ, നിനക്ക് എന്നെ വിടുവിപ്പാൻ ഹിതമില്ലെങ്കിൽ, നിനക്ക് എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഹിതമില്ലെങ്കിൽ എനിക്ക് വേണ്ട. എന്നെ കേൾക്കും ദൈവവേദന, എന്റെ നിന്റെ പ്രാർത്ഥന മാറാമോ? ഇങ്ങനെ എന്റെ നിങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെ മാറാമോ? കർത്താവേ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് വിടുതല തന്നാ മതി. മനസ്സുണ്ടെങ്കിൽ എനിക്ക് മറുപടി മതി, ശുദ്ധീകരിച്ചാൽ മതി. ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു പരാതിയില്ല. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ലക്ഷണം, പ്രമാണം അകത്ത് കയറിയ ലക്ഷണം. ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടും പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവഹിതത്തിന് വേണ്ടി മുതൽ സമർപ്പിക്കാമോ? ദൈവഹിതത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് മുതൽ സമർപ്പിക്കാമോ? യേശു നിന്നെ നോക്കുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിനകത്ത് കരം നീട്ടാൻ, അവന്റെ കരത്തെ ചലിപ്പിക്കാൻ നിന്റെ വാക്കുകൾക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ ഇതാണ്. യേശുവിന്റെ കരം നിന്നെ തൊടാൻ വേണ്ടി നീട്ടുന്നത് എളുപ്പമാ, എന്നാൽ നീട്ടാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുന്നത് നിന്റെ വാക്കുകളാ. നിങ്ങളുടെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്, എന്നെയും കർത്താവിന്റെ കരമൊന്ന് തൊടാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുന്നത് എന്റെയും നിന്റെയും വാക്കുകളാ. അതുപോലെ തന്നെ എന്റെയും നിന്റെയും വാക്കുകളാ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി കർത്താവിന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് ഒരു മനുഷ്യൻ അവിടെ നിന്ന് സംസാരിക്കുന്ന പദം എന്റെ യേശുവിന്റെ കരത്തെ ചലിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള വാക്കായിരുന്നു. വിശുദ്ധരായ ഒരു നാവിൽ നിന്ന് വന്നത്. ഞാനും നിങ്ങളും വിശുദ്ധരായി ജീവിക്കണമെന്ന് പറഞ്ഞ് ഈ വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഇടത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ, കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മുടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? അവിടെ ഇടങ്ങളിലായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് മുമ്പിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കട്ടെ, നമ്മുടെ ആത്മീയ ജീവിതം വളരട്ടെ. കർത്താവ് നമ്മളെ തൂക്കി നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് നമ്മളെ തൂക്കി നോക്കാൻ നിൽക്കുക. എപ്പോ നോക്കിയാലും നമ്മൾ കാണേണ്ടത് മുമ്പ് ദൈവദാസൻ പറഞ്ഞ പോലെ, കർത്താവദാസൻ പറഞ്ഞ പോലെ, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടവനായി നിൽക്കുമ്പോൾ ക്രൂശിൽ കിടക്കുന്ന ഒരു യേശുവിനെ കാണുമ്പോൾ എന്റെ പാപവും ഭാരവും വഹിച്ചുകൊണ്ട് കിടക്കുന്ന ആ യേശുവിനെ കാണുന്ന നീ ഇന്ന് മുതൽ കാണേണ്ടത്, ഒരിക്കൽ കൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞാൽ എന്നെ തൂക്കി നോക്കാൻ, എന്നെ അളന്നു നോക്കാൻ കർത്താവ് നിൽക്കുന്ന കർത്താവിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്റെ തട്ട് താണിരിക്കുമോ? എന്റെ തട്ട് താണിരിക്കുമോ? ഞാൻ താഴെ പോകുമോ? അതോ കർത്താവിന്റെ ഭാഗം എപ്പോഴായാലും ഉയർന്നിരിക്കുമോ? എന്താ സംഭവിക്കുന്നത് ഇവിടെ? എപ്പോഴും കർത്താവിന്റെ ഭാഗം തന്നെ താഴ്ന്നിരിക്കുന്നത്, നമ്മളെപ്പോഴും ഉയർന്നു തന്നെ ആയിരിക്കുന്നത്. നമ്മുടെ മനോഭാവം അങ്ങനെ തന്നെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോക്കെ, ഈ മനുഷ്യനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ ആഴമേറിയ ഒരു സത്വമുണ്ട്. എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ ഭയങ്കര ക്ഷമയുള്ള ഒരു മനുഷ്യനാണ്, ഭയങ്കര ക്ഷമയുള്ള ഒരു മനുഷ്യനാണ്. സാധാരണ യേശുവിന്റെ അടുക്കൽ സമീപിച്ചവർ കൃത്യമായ ലക്ഷ്യത്തോടാണ് സമീപിച്ചത്. കാരണം 100% വിടുതലും കൊണ്ട് പോകുമെന്നുള്ള മനോഭാവത്തോടാണ് ഒട്ടുമിക്ക ആൾക്കാരും യേശുവിനെ സമീപിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവൻ യേശുവിനെ സമീപിച്ചത് അവനൊരല്പം വിടുതൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവഹിതം നിറവേറണം എന്നുള്ള ചിന്തയിലാണ്. ഞാൻ നിങ്ങൾ യേശുവിനെ സമീപിക്കുന്നത് എങ്ങനെ? എന്റെ സ്വന്തമായ ഇഷ്ടം ദൈവം നടത്തിത്തരണമെന്നുള്ള ഹിതം അറിയാൻ വേണ്ടിയിട്ട് പലരും പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലയിടങ്ങളിലും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരുന്നത്, പലയിടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവർ ദൈവാലോചന കേൾക്കാനാണ് വരുന്നത്. അവർ വന്ന് പ്രാർത്ഥിക്കാൻ നേരത്ത് നമ്മളോട് പറയും, പാസ്റ്റർ ഒരു വിഷയമുണ്ട്. പറഞ്ഞാട്ടെ. വിഷയം ഇപ്രകാരമാണ്, ഒരു വിവാഹം നടക്കണം, ഇന്നിടത്തുനിന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്, ഇന്നിടത്തും ഒരു ആലോചന, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, എല്ലാം കൊണ്ട് ഒത്തുപോകുന്നുണ്ട്, ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവര് പ്രാർത്ഥിക്കുന്നതിന്റെ ഹെഡിങ് എന്തോന്നറിയോ? ദൈവഹിതം അറിയാൻ. എന്നാൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ദൈവഹിതത്തിനുള്ളതല്ല, അവരുടെ ഹിതത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളും പലപ്പോഴും ഇങ്ങനെ നമ്മളുടെ ഇഷ്ടങ്ങളെ ദൈവത്തിന്റെ ഹിതമായി കൺവേർട്ട് ചെയ്തു തരണം. അയ്യോ, എന്തൊരു അത്യാവശ്യം വന്നിട്ടില്ലേ കർത്താവിന്? നമ്മുടെ താല്പര്യങ്ങളെയും നമ്മുടെ ഇഷ്ടങ്ങളെയും ദൈവഹിതമാക്കി തരുന്ന പരിപാടിയല്ല എന്റെ ദൈവത്തിന്. എന്റെ നിന്നെ രോഗിയായി നിലനിർത്തിക്കൊണ്ട് തന്നെ ചില നാളുകൾക്കപ്പുറം ഒരു ദൈവമഹത്വം നിന്നിലൂടെ വെളിപ്പെടുത്താനാണെങ്കിൽ നിന്റെ സമർപ്പണം എവിടെയാ?
സമർപ്പണം എങ്ങനെയാ ആവശ്യമുള്ളത്? ഒരു ദൈവം സമർപ്പിക്കുന്നത് ഈ മനുഷ്യനെ പോലെയാ. എനിക്ക് സൗഖ്യം കിട്ടിയില്ലെങ്കിലും തീയിൽ വീണ ബാലന്മാരെ പോലെ അവൻ ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും, കർത്താവിന് കഴിവില്ലെന്നല്ലവർ പറഞ്ഞതിന്റെ അർത്ഥം ഇല്ല, ദൈവത്തിന് ഞങ്ങളെ ഇവിടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനാണ് താല്പര്യമെങ്കിലും ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ഇന്ന് എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലെ, എത്ര കഷ്ടത വന്നാലും, എത്ര വേദന വന്നാലും ഈ വചനത്തിൽ ധൈര്യപ്പെട്ടോ, എത്ര പ്രയാസങ്ങൾ വന്നാലും, എത്ര പ്രതിസന്ധി വന്നാലും ഈ വചനത്തിൽ ഉറച്ചോ, എന്ത് വന്നാലും കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട ദൈവം ഇതിൽ പ്രകാരമായിരിക്കണം. ദൈവമേ, നിന്റെ അധീനം എന്നിൽ വെളിപ്പെടട്ടെ, കേവലം വാക്കുകളിലല്ല, ഇതുപോലെ പ്രവർത്തിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഒന്ന് ചിന്തിക്കണേ, ഒരു പക്ഷെ കർത്താവ് അവനെ വിടുവിക്കാൻ മനസ്സില്ലെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാം? പുരുഷാരം വലിയ പ്രശ്നം ഉണ്ടാക്കും. പുരുഷാരം ഇളകിയാൽ പുരോഹിതൻ അറിയും. പുരോഹിതൻ അറിഞ്ഞാൽ പ്രമാണം വിട്ടു പുറത്തിറങ്ങിയവന്റെ അന്ത്യമാണ്, എന്നേക്കുമായി ഇല്ലാതാവുക. അവൻ കാണിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അവൻ വരുന്നു, ഇറങ്ങി നടക്കാൻ പാടില്ലാത്തവൻ ഇറങ്ങി നടന്നു. ഹൈജീനിക് ആയിരിക്കേണ്ട മനുഷ്യൻ പൊടിയിലേക്ക് കവണ്ണു വീഴുന്നു. അശുദ്ധിയുള്ളവൻ ഒരുത്തന്റെ അടുക്കൽ സംസാരിക്കാനോ സംസർഗത്തിനോ പോകാൻ പാടില്ല. അവൻ ഒരു മനുഷ്യനെ കണ്ട് കവണ്ണു വീണ് സംസാരിക്കുന്നു. അവൻ ചെയ്യുന്ന വയലേഷന്റെ ആധിക്യത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മരണയോഗ്യമാണ്, മരണയോഗ്യനാണ്. അതവൻ ഉള്ളിൽ കണ്ടിട്ടാണ്, അതും തിരിച്ചറിഞ്ഞിട്ടാണ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിട്ടാണ് ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. ഞാനും നിങ്ങളും എങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാനും നിങ്ങളും എങ്ങനെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ, ഞാനും സൗദിയിലൊക്കെ ആയിരുന്നു, വളരെ നിയമ പ്രശ്നങ്ങളും പരിമിതികളും ഉള്ള രാജ്യങ്ങളിൽ ഞാനും നിങ്ങളും ആയിരിക്കും. ഞാനും നിങ്ങളും ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഏത് നിമിത്തം? ആരോഗ്യപരമായിട്ടുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ നടക്കുന്ന സിറ്റുവേഷനെ പറ്റിയിട്ടല്ല ഈ പറയുന്നത്. തികച്ചും സുവിശേഷവുമായി ബന്ധപ്പെട്ട് മരണയോഗ്യം, ന്യായപ്രമാണ പ്രകാരം നീ പ്രാർത്ഥിച്ചാൽ മരണം സംഭവിക്കും, നിന്നെ കൊന്നുകളയും, കൃത്യമായിട്ടൊരു നിയമസംഹിത വന്നാൽ എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പുറത്തിറങ്ങും? ഇവിടെ ഞാനിരുന്ന് പറഞ്ഞു നാളെ മുതൽ വിശ്വാസത്താൽ എല്ലാവരും പുറത്തിറങ്ങണമെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. ഈ മനുഷ്യനെ നോക്കി, എന്തിൽ നിന്ന് അവൻ പുറത്തിറങ്ങിയത്? പരിമിതപ്പെടുത്തിയ അവന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തിയ ആ പരിമിതിക്കകത്തുനിന്ന് അവൻ പുറത്തിറങ്ങിയത് ആരിലേക്ക്? യേശുവിലേക്ക്. ഞാനും അത് തന്നെയാ ചെയ്യേണ്ടത്. ഈ ദിവസങ്ങളിൽ എന്നെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ലോകപരമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നമാണ്. ഈ ആരോഗ്യ പ്രശ്ന പരിമിതികളെ ബ്രേക്ക് ചെയ്യുന്നത് എന്റെ ഭവനത്തിനകത്തായിരിക്കണം. എന്റെ പ്രാർത്ഥന കൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യണം. എന്റെ ആരാധന കൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യണം. ആരാധന കൊണ്ട് പരിമിതികളെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ദിവസം നീ പുറത്തിറങ്ങാൻ കഴിയും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകേണ്ട മനുഷ്യൻ, കൃത്യമായി മരണയോഗ്യമായത് ചെയ്തു എന്ന് ഉറപ്പുള്ളവൻ, അവൻ ചെന്ന് ആവശ്യപ്പെട്ട കർത്താവെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. നമുക്കും കർത്താവിനോട് ആവശ്യപ്പെടാം, കർത്താവെ ഞങ്ങളെ എല്ലാവരും ഒന്ന് ശുദ്ധീകരിക്കണം. കർത്താവ് പറയുന്ന പദം അതേപോലെ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. വളരെ സിമ്പിൾ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എളുപ്പമാണ്. എന്റെ കർത്താവ് അവന് വേണ്ടി സംസാരിപ്പാൻ, എന്റെ കർത്താവ് അവന് വേണ്ടി ചലിപ്പാൻ, എന്റെ കർത്താവിനെ പ്രേരിപ്പിക്കാൻ നിന്റെ വാക്കുകൾക്ക് കഴിയണം. മനസ്സിലാവുന്നുണ്ടോ? എന്റെയും നിങ്ങളുടെയും വാക്കുകൾക്ക് എന്റെ കർത്താവിനെ ചലിപ്പിക്കാൻ കഴിയണം. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? നമ്മുടെ വാക്കുകൾ പലപ്പോഴും പലരെയും ചൊടിപ്പിക്കുന്നതാണ്. എന്താ? അവന്റെ വർത്തമാനം കേട്ടപ്പോ എനിക്ക് രണ്ട് കൊടുക്കാനാ തോന്നി. നമ്മൾ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും പറയാത്ത ആരെങ്കിലും മക്കളോടെങ്കിലും അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ വേണ്ട ഒരു പരിചയമില്ലാത്ത വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ അവൻ നമ്മളെ റോഡ് കയറി കഴിയുമ്പോ നമ്മുടെ സ്വഭാവം പെട്ടെന്ന് പറഞ്ഞില്ല അവനെ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യാരക്ടർ പെട്ടെന്ന് കയ്യിൽ പോകും. സ്വാഭാവികമാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ എന്താ ചെയ്യുന്നേ?
നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വയലേറ്റേഴ്സാ. നമ്മുടെ ഇപ്പോഴത്തെ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇനിയിപ്പോ ആരാധനയ്ക്ക് അതങ്ങോട്ട് തുറന്നു കിട്ടി അവിടെ ചെന്ന് എല്ലാരും കൂടെ ഉഴുതു മറിക്കും. ചുമ്മാതാന്ന് അവിടെ ചെന്ന് ഇന്നലെ ഇരുന്നതിന്റെ ബാക്കിയായിട്ട് ഇന്നും അവിടെ പോയി. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു ചിന്ത ഉണ്ട് അവിടെ ചെന്ന് നമ്മൾ ചെയ്യുമെന്ന്. അവിടെ ചെന്ന് എന്തേലും ചെയ്യണമെങ്കിൽ ഇന്ന് നീ ഒറ്റയ്ക്കായിരിക്കുന്നിടത്ത് എന്തേലും ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോ ഒന്നും ചെയ്യാത്ത കൂട്ടത്തിൽ പാടുന്നതിന് കർത്താവ് നോക്കത്തില്ല. നിന്റെ ആരാധന നഷ്ടപ്പെടുന്ന ഇടത്ത്, മുടങ്ങിപ്പോകുന്ന ഇടത്ത്, നീ ഒറ്റപ്പെട്ട ഇടത്ത് പുറത്തിറങ്ങാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ ഒന്നിച്ചു കൂടിയിട്ട് എന്ത് കാര്യമാണ്? വ്യക്തിപരമായ ആത്മീയജീവിതം വളർത്താൻ നിനക്ക് ഈ ക്വാറന്റൈൻ ടൈമിൽ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ കർത്താവ് നിന്നെ നോക്കുകയും കർത്താവ് നിന്നെ തൂക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന സഹോദര? ചിന്തിക്കണ്ടേ? ഈ ദിവസങ്ങളിലെ ക്രിസ്തീയ ജീവിതം വിലയിരുത്തേണ്ട നാളുകളാ. ഒത്തിരി വിടുതൽ കിട്ടുന്നതിലോ അന്യഭാഷ പറഞ്ഞ് ബഹളം കൂട്ടി ആളെ കൂട്ടുന്ന പരിപാടിയോ തമ്പറടിക്കുന്നത് കീബോർഡിന്റെ അകമ്പടിയൊന്നും അല്ല കർത്താവ് നോക്കുന്നത്. നിന്റെ എല്ലാ സജ്ജീകരണങ്ങൾക്കും ഇതുപോലെ ഒരു ദിവസം എന്റെ ദൈവം വിചാരിച്ചാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ സജ്ജീകരണങ്ങൾ ഇല്ലെങ്കിലും അകത്ത് ആത്മശക്തി പ്രാപിച്ചവൻ ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കും. അവന്റെ കുടുംബത്തിൽ ചെയ്യും. ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും യോബ് പറഞ്ഞ പോലെ നീ പൊട്ടി സംസാരിച്ചാലും വിഷയമല്ല. ഇത്ര നാളും നന്മ ചെയ്തതോർത്ത്, ഇത്ര നാളും എന്നെ നടത്തിയോർത്ത് ഞാൻ അറിയാതെ സ്തുതിച്ചു പോകും. ഇന്നലെ വരെ നിന്നെ നടത്തി, നിനക്കെല്ലാം തന്നു, വഴി നടത്തി, നിന്നെ പുറത്തിറക്കി അകത്തു കൊണ്ടുപോയി മേച്ചിൽപ്പുറങ്ങളെ കാണിച്ചു തന്നു. എല്ലാത്തും വഴി ഒരു ദൈവത്തെ നീ മാറിയിരുന്ന് വ്യക്തിപരമായി സ്തുതിക്കാനുള്ള ഒരു അവസരത്തെ നീ തക്കത്തിൽ വിളിക്കാതെ നിന്റെ ആത്മീയ ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നീ പുറത്തിറങ്ങിയിട്ട് പ്രയോജനമില്ല. അവിടെ യേശു നിനക്ക് വേണ്ടി നിൽക്കത്തില്ല. നീ ഈ ദിവസങ്ങളിൽ അകത്തിരിക്കുമ്പോൾ നിന്റെ അകത്ത് ആത്മഭാരം ഉണ്ടാകട്ടെ. അകത്തൂന്ന് ഇറങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കണേ, ഞാൻ അവിടെ നിന്ന് ഒരു ദൂതൂടെ പറഞ്ഞു പോകാം. ഇവന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഒരു ലക്ഷ്യമുള്ള യേശുവിന്റെ അടുക്കലെത്തണം. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ ലക്ഷ്യം അവനുള്ളൂ. യേശുവിന്റെ അടുത്ത് പോയിട്ട് വരുമ്പോ 1 കിലോ പഴം മേടിച്ചിട്ട് പോകാനുള്ള സ്വഭാവം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ആ സഭായം കഴിഞ്ഞ് പോകുമ്പോൾ വീട്ടിൽ വെച്ചൊരു പഴം മേടിച്ചോണ്ട് പോകുന്നത് വലിയ തെറ്റൊന്നും അല്ല കടയിൽ നിന്ന് മേടിക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെ ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കയറിയിരിക്കരുത്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇവന്റെ മനോഭാവം പഴമൊക്കെ നാളെ തിന്നാം, ഇന്ന് ഞാൻ പുറത്തേക്കെന്ന് എന്റെ അവസാനത്തെ ദിവസമാണെന്ന് അവന് ഉറപ്പാ. യേശുവിന് മുട്ടിയില്ലെങ്കിൽ ഇന്ന് എന്റെ അവസാനത്തെ ദിവസമാണ്. അവന്റെ ടെൻഷൻ എന്ത് പഠിക്കും? ഇന്ന് എനിക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ മേലെ എനിക്ക് വീട്ടിൽ ഇറങ്ങേണ്ട വരത്തില്ല, വീട്ടിൽ തിരിച്ചു വരണേ വരത്തില്ല, തീർന്നു. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഞാനും നിങ്ങളും എങ്ങനെ ഒരു ആരാധനയ്ക്ക് പോകുമ്പോ ഞാനും നിങ്ങളും എങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. ആ മനുഷ്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. എങ്ങനെ എന്തൊക്കെ ലക്ഷ്യത്തോടു കൂടി എത്ര പ്രാവശ്യം ആരാധനയ്ക്ക് പോയി യേശുവിനെ കാണാൻ. ഇവിടെ ഈ ലൈവിൽ വന്നിരിക്കുന്നു, നമ്മളെല്ലാവരും പലയിടങ്ങളിൽ നിന്ന് ലൈവിൽ ജോയിൻ ചെയ്യുന്നു. ഈ സമയങ്ങളിൽ എത്ര പ്രാവശ്യം ഈ ഏകാഗ്രത നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടു. മനസ്സിലായി? ശ്രദ്ധിക്കണേ, ലക്ഷ്യം മാറിക്കും പലപ്പോഴും. ഇത് പലതും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ ഞാൻ ആ മനുഷ്യന്റെ വാക്കുകൾ എടുത്ത് നമ്മുടെ മണ്ണിലോട്ട് ഇട്ടിട്ട് ഞാനൊന്ന് പറയും, ഞാൻ ഉൾപ്പെടെ ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് എന്റെ അവസാനത്തെ മെസ്സേജ് ആയിരിക്കും. എന്നെ കേൾക്കും ദൈവമക്കളെ, നമ്മുടെ അവസാനത്തെ കൂടിവരവാണിത്. നാളെ കൂടി വരാൻ പറ്റുമെന്ന് ഒരു വ്യക്തിക്കും ഉറപ്പില്ല. അങ്ങനെ ഉറപ്പ് പറയാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരുത്തരുണ്ടെങ്കിൽ അത് കർത്താവാ. അതുകൊണ്ടാ ഇവൻ ഉറപ്പുള്ളവന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞത്, വിടുവിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ചോ ചെന്നിട്ട് പറയുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ തിരിച്ചു പോകത്തില്ലെന്ന് ഉറപ്പാണ്, തീരാൻ തയ്യാറാണെന്ന് അവൻ പറയുന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവന്റെ സമർപ്പണം മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാനുള്ള സമർപ്പണം. രണ്ടേ ഉള്ളൂ. ഒന്നെങ്കിൽ യേശുവിനെ കണ്ട് എന്നേക്കുമായി ശുദ്ധീകരണം പ്രാപിച്ചു പോകാം, ഇല്ല യേശുവിനെ കാണാതെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകാം.
മനസ്സിലാവുന്നുണ്ടോ? അവൻ കാണുന്നത് അത്രേ ഉള്ളൂ. എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒന്ന് കാണാൻ കഴിയട്ടെ. ഞാൻ അധികം പ്രസംഗത്തെ നീട്ടുന്നില്ല. ഓൺലൈനിലൂടെ ആണല്ലോ. എല്ലാവരും ഒരു നിമിഷം അവിടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനോടൊന്ന് സംസാരിച്ചു തുടങ്ങിക്കോ. കർത്താവിനോടൊന്ന് സംസാരിച്ചു തുടങ്ങിക്കോ. ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്ന് അറിയാമോ? ഞാൻ ഒന്ന് കാര്യങ്ങൾ പോയിന്റ് വൈസായിട്ട് ഒന്ന് പറയാം. സാഹചര്യം നോക്കാതെ യേശുവിനെ സമീപിക്കണം. 2, നിനക്ക് പാപബോധം ഉണ്ടാവണം. നിനക്കെന്നല്ല, നമുക്ക് യേശുവിന്റെ അടുക്കൽ എത്തുമ്പോൾ പാപബോധം ഉണ്ടാവണം. ആവശ്യപ്പെടേണ്ടത് ഭൗതികവും മാനസികവും ശാരീരികമായ ആവശ്യമല്ല, പ്രമാണവും വ്യവസ്ഥ പ്രകാരമുള്ള ചോദ്യമായിരിക്കണം കർത്താവിന്റെ മുമ്പിൽ വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ എത്രത്തോളം കവണ്ട് വീണ് താഴ്ത്താമോ അത്രത്തോളം താഴ്ത്തി കൊടുക്കണം. ഇത് മൂന്നും എന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ യേശു കർത്താവ് നിനക്ക് വേണ്ടി വാതുറക്കും. യേശു കർത്താവ് നിനക്ക് വേണ്ടി സംസാരിച്ചാൽ യേശു കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. യേശു കർത്താവിന്റെ കരം നിന്റെ നേരെ ചലിച്ചാൽ നിന്നെ തൊടും. നിന്നെ തൊട്ടാൽ സൗഖ്യം ഉറപ്പാ. നീ ശുദ്ധീകരണം പ്രാപിക്കും. എന്റെ വിഷയം കുഷ്ഠം മാറിയതല്ല. എന്റെ വിഷയം ഇന്ന് നിങ്ങളോട് പറയുന്നത് മനസ്സിലാക്കണം. എന്റെ വിഷയം അവന്റെ കുഷ്ഠം മാറിയതല്ല, അവൻ ശുദ്ധീകരണം പ്രാപിച്ചതല്ല വിഷയം. എങ്ങനെ? യേശുവിനെ കണ്ട മാത്രയിൽ അവന്റെ പാപത്തെ കുറിച്ച് ബോധം വന്നു. അവൻ പറഞ്ഞു, കർത്താവേ, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. ഞാനും നിങ്ങളും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ അഭിഷേകം ആത്മശക്തി അകത്ത് കയറി ദൈവങ്ങൾ പറയും, എനിക്കൊരു പാപത്തെ കുറിച്ചൊരു ബോധമുണ്ട്, എനിക്കൊരു പാപബോധം തോന്നുന്നുണ്ട്, എന്റെ പ്രാർത്ഥന കുറഞ്ഞു പോയത്. ചിന്തിക്കണ ദൈവമക്കൾ, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എവിടെയാ ശുദ്ധീകരണം ആവശ്യം അറിയാമോ? എന്താ എന്നെ നിങ്ങൾ അശുദ്ധമാക്കുന്നതെന്ന് അറിയാമോ? പുതിയ സഭയെ സംബന്ധിച്ചിടത്തോളം എന്നെ നിങ്ങളെ അശുദ്ധമാക്കുന്നത് കള്ളു കുടിക്കുന്നതോ അല്ലെങ്കിൽ മോഷ്ടിക്കുന്നതോ പുകവലിക്കുന്നതോ അങ്ങനെ ഉള്ളത് മാത്രമല്ല. ശ്രദ്ധിക്കണേ, അങ്ങനെയുള്ളത് മാത്രമല്ല, എന്നെയും ദൈവത്തെയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന്, ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ എന്തകറ്റുന്നുവോ, എന്ത് കാരണത്താൽ ഞാൻ അകന്നു മാറുന്നോ ആ കാരണം ദൈവം മുമ്പിൽ അശുദ്ധമാണ്. മനസ്സിലാവുന്നു? അല്ലാതെ നമ്മൾ ഈ പറയുന്നതൊന്നുമല്ല. എന്റെ ഭക്ഷണത്തിന്റെ അതിപ്രസരം മൂലമാണ് ദൈവത്തിൽ നിന്ന് അകറ്റുന്നെങ്കിൽ ഭക്ഷണത്തിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പൗലോസിന്റെ കാര്യമുണ്ട്. എന്റെ സഹവിശ്വാസിക്ക് ഞാൻ ഇറച്ചി മീനും തിന്നുന്ന പ്രശ്നമാണെങ്കിൽ എനിക്ക് വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏത് വിധത്തിലും ഒരുത്തിനെ നേടണം, ദൈവഹിതം വെളിപ്പെടണം, ദൈവപ്രവർത്തിക്ക് വേണ്ടി സമർപ്പിക്കപ്പെടണം. ഇതാണ് ലക്ഷ്യമെങ്കിൽ ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റുന്നത് എന്തും പാപമായിട്ടാ വചനം ചിത്രീകരിക്കുന്നു. അത് മൊബൈലാണെങ്കിലും, അത് കമ്പ്യൂട്ടർ ആണെങ്കിലും, അത് TV ആണെങ്കിലും, അത് വസ്ത്രങ്ങളോടുള്ള കൂടുതൽ ആഗ്രഹമാണെങ്കിലും, അത് ആഭരണമാണെങ്കിലും, അത് എന്തു തന്നെയായിരുന്നാലും, ആഹാരമാണെങ്കിലും പാനീയമാണെങ്കിലും, എന്നെ അത് ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ പാപത്തിന് മുക്തി വരും. അല്ലാതെ 1, 2, 3 എന്ന് പറയുന്ന വലിയ കുടി പുക ഇതല്ല. ഇത് മൂന്നും അല്ല. ഇതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കണം.